എല്ലാവർക്കും നമസ്കാരം. കുട്ടികളെ, നിങ്ങൾ നമ്മുടെ ഈ പാഠം, ഈ കവിതയൊക്കെ വായിച്ചോ? എൻ്റെ കേരളം നിങ്ങൾ എല്ലാവരും ചൊല്ലി നോക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ? പുതിയ ഈണമൊക്കെ കണ്ടുപിടിച്ചോ? നമ്മള് ഈ കവിതയ്ക്ക് ഒരു ഈണത്തിൽ നമ്മൾ പാടിയിരുന്നു, ഓർമ്മയുണ്ടോ അത്? ചില കുട്ടികൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തൊട്ടു മുന്നേയുള്ള ക്ലാസ്സുകൾ കാണണം. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലഭിക്കും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം അല്ലേ? ഈ കവിത ആരാ എഴുതിയത് മക്കളെ? ആരാണ്? ഗോപാലകൃഷ്ണൻ കോലഴി. ഓർമ്മയല്ലേ? എന്താണ് ഈ കവിതയിൽ പറയുന്നത്? നമ്മുടെ കേരളത്തിനെ വർണ്ണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ? ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? എന്തൊക്കെ ഉണ്ടായിരുന്നു? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്തൊക്കെയാണ് നാടിനെ സുന്ദരമാക്കുന്നത്? എന്തെല്ലാമാണെന്നാ പറഞ്ഞത്? തോട്, പുഴ, പിന്നെയോ കായൽ, കടൽ, അരുവികൾ, കാട്. ഓർമ്മയില്ലേ? എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? പിന്നെ വരച്ചു യോജിപ്പിക്കൂ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത വർക്കാണ് കാണുന്നത്. എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും, ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ചെയ്തിട്ടില്ലാത്തവർ ചെയ്യണേ. പിന്നെ ഇങ്ങനെ ഒരു വർക്ക് നിങ്ങൾക്ക് തന്നിരുന്നു, നിറം നൽകാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് ആയിരുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ നോട്ട്ബുക്കിലും നിങ്ങൾ വരച്ച് നിറം കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ അത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്യണേ. ഇനി അടുത്ത വർക്ക് എന്തായിരുന്നു മക്കളെ? കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാം അല്ലേ? ഇതല്ലായിരുന്നു അടുത്ത വർക്ക്. എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടും ഉണ്ട്. ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട്. പിന്നെയോ കളകളം പാടി ഒഴുകുന്ന കാട്ടുചോലകൾ ഉണ്ട്. വെള്ളിയരഞ്ഞാണം പോലെ തുള്ളിക്കളിക്കുന്ന കടലുണ്ട്. കൂടാതെ കായലും മലയും വയലും എല്ലാം എൻ്റെ നാട്ടിലുണ്ട്. പീലി നിവർത്തി ആടുന്ന തെങ്ങിൻ തോപ്പുകളുണ്ട്. ഇതല്ലായിരുന്നോ നമ്മൾ എഴുതിയത്? നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയോ ഇത് മക്കളെ? എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം എന്താണെന്ന് നോക്കിയാലോ? ഇവിടെ ചിത്രത്തിൽ നല്ല രസകരമായ പലതും കാണുന്നുണ്ട് അല്ലേ? എന്താണെന്ന് നോക്കാം നമുക്ക്. ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും വെളുപ്പിനുണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം, അവിടെ ഉത്സവമാണ്. മക്കളെ, വേഗം കുളിച്ചോളൂ, വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ബാഗും എടുത്ത് 6ാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ടു നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ബഹളമയം. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പു വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ടു നീങ്ങി. കാർ പാലത്തിലേക്കു കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. ചുക് ചുക് ചുക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു. കാർ നാട്ടിൻപുറത്തെത്തി. റോഡിൽ തിരക്ക് കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ചവിരിച്ച പാടങ്ങൾ. അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിന് നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് കാർ ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുപൊത്തി. ഓ, എന്റെ പൊന്നുമോൾ എത്തിയോ? ആരാണിത് ചോദിച്ചത് മക്കളെ? നമ്മുടെ അമ്മമ്മ അല്ലേ? എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു അവധിക്കാലം അല്ലേ? നിങ്ങളൊക്കെ അവധിക്കാലം ആസ്വദിക്കാറില്ലേ? അമ്മമ്മയുടെ വീട്ടിൽ പോവാറില്ലേ എല്ലാവരും?
നമ്മുടെ നന്ദനയും അഭിനന്ദും പോയ വഴിയും വഴിയരികിൽ അവർ കണ്ട കാഴ്ചകളുമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈ വായിച്ചത് ഒന്നുകൂടി എല്ലാവരും കേട്ട് ഒന്നുകൂടെ വായിക്കാൻ നോക്കണേ എല്ലാവരും. അപ്പൊ നമുക്ക് അടുത്ത എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അതെന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് ഒന്നുകൂടി നോക്കാം. അഭിനന്ദും നന്ദനയും എന്തൊക്കെ കാഴ്ചകളാ മക്കളെ കണ്ടത്? ഓർമ്മയുണ്ടോ? വായിച്ചത് ഓർമ്മയുണ്ടോ? ഒന്നുകൂടി നോക്കാം അല്ലേ? നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് മക്കളെ? ബാഗും എടുത്ത് 6ാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി അല്ലേ? രാവിലെ കുളിച്ചൊരുങ്ങി എല്ലാ ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് ബാഗും എടുത്ത് അവര് പടികളിറങ്ങി. അവരൊരു പട്ടണത്തിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായി അല്ലേ നമുക്ക്? കാരണം ഫ്ലാറ്റിൽ 6ാം നിലയിലാണ് അവരുടെ താമസം. തിരക്കിലൂടെ കാർ മുന്നോട്ട് നീങ്ങി. ഇതായിരിക്കും അല്ലേ അവരുടെ കാറ്? നല്ല തിരക്കുണ്ട്. റോഡിൽ നിറയെ വാഹനങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ കാണുന്നുണ്ടല്ലോ. കാർ ഇങ്ങോട്ട് പോകുന്നുണ്ട്, വേറെ വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും. ആകെ ബഹളമയം. കൂറ്റൻ കെട്ടിടങ്ങൾ അല്ലേ? റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? റോഡിൽ കൂടി പോകുമ്പോൾ, വാഹനത്തിൽ പോകുമ്പോൾ ചുവപ്പ് സിഗ്നൽ ലൈറ്റ് തെളിയുമ്പോൾ വാഹനങ്ങൾ നിർത്തും. പിന്നെ പച്ച തെളിയുമ്പോഴോ വീണ്ടും ഓടിത്തുടങ്ങും. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ടു നീങ്ങി. കാർ പാലത്തിലേക്ക് കയറി. നമ്മൾ കാണുന്നുണ്ട് ഇവിടെ പാലത്തിലൂടെയാണ് നമ്മുടെ കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ കാണുന്നുണ്ടല്ലോ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. തോണിക്കാരെ നമ്മളിവിടെ കാണുന്നില്ല, ഇവിടെ ഉണ്ടായിരിക്കും അല്ലേ? അവരെ നോക്കി നമ്മുടെ നന്ദനയും അഭിനന്ദും ടാറ്റ പറഞ്ഞു. ചുക് ചുക് ചുക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. കാണുന്നുണ്ടല്ലോ തീവണ്ടി? ദാ പോകുന്ന. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു. നല്ല പട്ടണത്തിലെ കാഴ്ചകൾ. അപ്പോ എന്തെല്ലാമാണ് അഭിനന്ദും നമ്മുടെ നന്ദനയും കണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കണേ. എല്ലാവരും പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് സ്വന്തമായി എഴുതി നോക്കണം. എല്ലാവരും നോട്ട് ബുക്കിൽ എഴുതുക. ചെയ്യുമല്ലോ? ഇനി എന്താ മക്കളെ, അവരുടെ യാത്ര അങ്ങനെ നീളുകയാണ് അല്ലേ? അവർ പട്ടണത്തിൽ നിന്നും നാട്ടിൻപുറത്തെത്തി. കാർ നാട്ടിൻപുറത്തെത്തി. റോഡിൽ തിരക്ക് കുറഞ്ഞു അല്ലേ? കാണുന്നുണ്ട് ഈ റോഡിലൊന്നും ഒറ്റ വാഹനം പോലും കാണുന്നില്ല. ഇരുവശത്തും ധാരാളം മരങ്ങളും ഉണ്ടായിരിക്കൂലേ? ഇവിടെ നമ്മൾ മരങ്ങൾ കാണുന്നുണ്ട്. ഈ സൈഡില് ഇവിടെ ഒരു തോടുണ്ട്. ആ തോടിന് അരികിലൊക്കെ മരങ്ങൾ ഉണ്ടായിരിക്കും. കൊച്ചു കൊച്ചു വീടുകളും കാണുന്നുണ്ട്. പച്ചവിരിച്ച പാടങ്ങൾ കാണുന്നുണ്ടല്ലോ. ദാ പാടങ്ങൾ. അങ്ങകലെ ഉയർന്ന മലനിരകൾ. പാടത്തിന് നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട് കണ്ടല്ലോ. വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ കണ്ടോ? നിങ്ങൾ കണ്ടുപിടിച്ചോ വെള്ളക്കൊക്കുകളെ? ദാ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? നാട്ടിൻ പുറത്ത് അവർ എന്തൊക്കെ കണ്ടു? മനസ്സിലായല്ലോ അവരെന്തൊക്കെയാ കണ്ടതെന്ന്? ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കണേ. എല്ലാവരും പറയുന്നത് ശരിയാണോ എന്ന് അച്ഛനോടോ അമ്മയോടോ പറഞ്ഞു വേണം നിങ്ങൾ നോക്കാൻ. ഓക്കെ? എല്ലാവരും ചെയ്യുമല്ലോ? എന്നിട്ടോ തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് അവർ ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. ചെമ്മൺ പാത എന്ന് പറഞ്ഞാല് വഴി അല്ലേ? ചെമ്മൺ മണ്ണുകൊണ്ടുള്ള, അതായത് ടാറിടാത്ത റോഡിലേക്ക് കടന്നു. വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു. അവര് വീട്ടിലെത്തി. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുപൊത്തി. കാണുന്നുണ്ടല്ലോ നന്ദനക്കുട്ടി അമ്മമ്മയുടെ കണ്ണുപൊത്തി. ഓ, എന്റെ പൊന്നുമോൾ എത്തിയോ? അമ്മമ്മയ്ക്ക് സന്തോഷായിട്ടുണ്ടായിരിക്കും അല്ലേ? ഉണ്ടായിരിക്കും. നിങ്ങളെ കാണുമ്പോ നിങ്ങളുടെ അമ്മമ്മയ്ക്കും അങ്ങനെയല്ലേ മക്കളെ? അപ്പോ എല്ലാവരും ഇപ്പോ തന്ന വർക്കും നിങ്ങൾ ചെയ്യണേ. എന്താണ്? നാട്ടിൻ പുറത്ത് അവർ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു? എല്ലാവരും നോട്ട് ബുക്കിൽ എഴുതുക. അപ്പൊ നമുക്ക് ആ ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കാം. പറയാം, എഴുതാം. നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാം?
എന്തെല്ലാമായിരുന്നു നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കുക എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്ന്. എന്നിട്ട് നിങ്ങളൊന്ന് എഴുതണേ നോട്ടില്. പിന്നെയോ അടുത്ത ചോദ്യമോ, നാട്ടിൻ പുറത്ത് അവർ എന്തൊക്കെ കണ്ടു? അതും നിങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞ് അതിനുശേഷം ഒന്ന് എഴുതുക. ഇനി അടുത്തത് എന്താ? പറഞ്ഞാൽ മാത്രം മതി. എന്താണ് പറയേണ്ടത്? പട്ടണത്തിലെയും നാട്ടിൻ പുറത്തെയും കാഴ്ചകൾ ഒരേപോലെയാണോ? രണ്ടും നമ്മൾ പറഞ്ഞല്ലോ. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത്? അതായത് പട്ടണത്തിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് എന്താണുള്ളത്? കാഴ്ചകൾ തമ്മിലുള്ള എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നിങ്ങൾക്കിപ്പം മനസ്സിലായത്? എല്ലാം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. എല്ലാവരും ചെയ്യുമല്ലോ. ഇനി അടുത്തത് എന്താ മക്കളെ? എഴുതാം. പാഠത്തിൽ നിന്നോ കണ്ടെത്തി എഴുതൂ. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് അല്ലേ? പിന്നെയോ ഇവിടെ പൂരിപ്പിക്കാനുള്ള സ്പേസും ഉണ്ട്, ഒഴിവും വിട്ടിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു ഉദാഹരണം, ഒന്നല്ല രണ്ടെണ്ണം കാണുന്നുണ്ട്. വീതിയേറിയ റോഡ് അല്ലേ? പിന്നെ എവിടെയോ ഇവിടെ ഡാഷ് പുഴ. എങ്ങനെയുള്ള പുഴയാണ്? നിങ്ങൾ ഇവിടെ നിന്നും കണ്ടുപിടിച്ച് എഴുതണം. ഒന്ന് രണ്ടെണ്ണം ഞാൻ സഹായിക്കാം, ബാക്കി നിങ്ങൾ ചെയ്യണം. ചെയ്യുമല്ലോ? ഏതാണ്? എങ്ങനെയാണ് പുഴ? നിറഞ്ഞൊഴുകുന്ന പുഴ അല്ലേ? നിറഞ്ഞൊഴുകുന്ന എന്ന വാക്ക് നിങ്ങൾ ഇവിടെ എഴുതുക. ഇനി ഡാഷ് തോട്. തോട് എങ്ങനെയുള്ളതായിരുന്നു? കളകളം ഒഴുകുന്ന തോട്. അപ്പം കളകളം ഒഴുകുന്ന എന്ന വാക്ക് നിങ്ങൾ ഇവിടെ എഴുതുക. ഇനി ഡാഷ് പാടങ്ങൾ. പാടങ്ങൾ എങ്ങനെയാ? പച്ച വിരിച്ച പാടങ്ങൾ. അപ്പൊ ഇത് മൂന്നും പറഞ്ഞു തന്നു. ഇനി ഇവിടെ രണ്ടെണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിച്ച് എഴുതുമല്ലോ. എല്ലാവരും കണ്ടുപിടിച്ച് എഴുതുക. വാക്യം മാറ്റി എഴുതാം. മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. തൊട്ടു വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. അടിയിൽ വരയിട്ട വാക്കുകൾക്ക് പകരം, ഇവിടെ കാണുന്നുണ്ടല്ലോ അടിയിൽ വരയിട്ട വാക്കുകൾ, അതിനു പകരം തലങ്ങും വിലങ്ങും, നിരനിരയായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ മാറ്റി എഴുതാൻ. അതായത് ഈ അടിയിൽ വരയിട്ട വാക്കുകൾക്ക് പകരം ഈ വാക്കുകൾ ഉപയോഗിച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ, എങ്ങനെ അത് എഴുതാൻ പറ്റുമെന്ന് ഒന്ന് പറഞ്ഞു നോക്കുക എല്ലാവരും. രണ്ട് രീതിയിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. വാക്യം മാറ്റി എഴുതുക. മൈതാനത്ത് കുട്ടികൾ തലങ്ങനെയും വിലങ്ങനെയും ഓടിക്കളിച്ചു. പിന്നെയോ നിരനിരയായി വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പൊ എന്താ ചെയ്തത്? അടിയിൽ വരയിട്ട വാക്കുകൾക്ക് പകരം തലങ്ങനെയും വിലങ്ങനെയും എന്നും നിരനിരയായി എന്നും കൂട്ടിച്ചേർത്തു. പിന്നെയോ മാറ്റി എഴുതി. ഇനി വാക്യം മുഴുവനും നമ്മൾ മാറ്റി എഴുതി. എങ്ങനെയാന്ന് നോക്കാം. സ്കൂളിലെത്തിയ കുട്ടികൾ അവരുടെ കുടകൾ തലങ്ങനെയും വിലങ്ങനെയും കൂട്ടിയിട്ടു. മനസ്സിലായല്ലോ? ഓരോ കുട്ടികളും അവരവരുടെ കുടകൾ തലങ്ങനെയും വിലങ്ങനെയും കൂട്ടിയിട്ടു. നിരനിരയായി പോകുന്ന ഉറുമ്പുകളെ കാണാൻ നല്ല ചന്തമുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേപോലെ കൂടുതൽ ഒന്നോ രണ്ടോ വാക്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. എല്ലാവരും കണ്ടുപിടിച്ച് പറയുമല്ലോ. പാഠത്തിൽ ഉള്ളതുപോലെ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതൂ. നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. മുത്തശ്ശിക്ക് സന്തോഷമായി. യാത്രയ്ക്ക് തയ്യാറായി. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. ഇതിൽ ഏത് വാക്യമായിരിക്കും മക്കളെ ആദ്യം വരുന്നത്? കഥ ഓർമ്മയില്ലേ? യാത്രയ്ക്ക് തയ്യാറായി അല്ലേ? ഇത് നിങ്ങൾ ഒന്നാമതായി എഴുതണം. പിന്നെ ഏതാണ് അടുത്ത വാക്യം? നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി അല്ലേ? അപ്പൊ ഇത് രണ്ടാമതായി നിങ്ങൾ എഴുതണം. പിന്നെയോ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. നഗരത്തിൽ നിന്ന് വീണ്ടും, അതായത് നഗരം എന്ന് പറഞ്ഞാൽ പട്ടണം, നഗരം ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. പിന്നീട് അവരെവിടെ എത്തിയേ? ഗ്രാമത്തിലെത്തിയില്ലേ? അപ്പൊ അത് മൂന്നാമത്തെ വാക്യം. പിന്നെയോ മുത്തശ്ശിക്ക് സന്തോഷമായി, അവസാനത്തെ വാക്യം അല്ലേ? അപ്പം ഇതും നിങ്ങൾ ഇവിടെ എഴുതുക. നിങ്ങളുടെ നോട്ട് ബുക്കിലും നിങ്ങൾ അത് ക്രമപ്പെടുത്തി എഴുതുമല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
എല്ലാവരും ഈ തന്നിട്ടുള്ള എല്ലാ വർക്കുകളും നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. പിന്നെ നമ്മുടെ പാഠഭാഗം എല്ലാവരും നന്നായി വായിച്ചു നോക്കണേ. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.